welcome all. ഇവിടെ നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SI ആൻഡ് നോൺ SI യൂണിറ്റ്സ്. SI സിസ്റ്റം ഓഫ് ഇന്റർനാഷണലും അതുപോലെ നോൺ SI യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് SI യൂണിറ്റ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന കിലോഗ്രാം അതേപോലെയുള്ള സെക്കൻഡ്സ്, ഇത്ര സെക്കൻഡ്സിൽ ഇത്ര മോള് അല്ലെങ്കിൽ ഇത്ര മില്ലി ഇക്വലൻസ്, ഇത്ര മൈക്രോഗ്രാം, നാനോഗ്രാം, മില്ലിഗ്രാം, അങ്ങനെയുള്ള പല യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മീറ്റർ, ലെങ്ത്തിന് മീറ്റർ, അങ്ങനെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്സ്. ആ SI യൂണിറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു മെഷർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ലെങ്ത് മെഷർ ചെയ്യണം, വെയിറ്റ് മാസ് മെഷർ ചെയ്യണം, ടൈം എത്ര സമയം കൊണ്ട് മെഷർ ചെയ്യണം, ടെമ്പറേച്ചർ മെഷർ ചെയ്യണം, ആൻഡ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു മെഷർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ആൻഡ് ഇലക്ട്രിക് കറന്റ്. So they provide a standard communication. They provide standard for communication and calculation in science and engineering. അപ്പൊ അത് ഇതെല്ലാം ഈ കാര്യങ്ങൾ ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ് ഇതെല്ലാം മെഷർ ചെയ്യേണ്ടത് നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ആവശ്യങ്ങൾക്കും സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജിക്ക് ഇതിനെല്ലാം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ പറയാമെന്നുള്ളതിന്റെ ബേസിൽ SI യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ്, അല്ലെങ്കിൽ അതിന് വേറെ ടേം വേറെയാണ് പറയുന്നത്. അത് നമുക്ക് പറയാം ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അല്ലെങ്കിൽ SI എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ എന്നാണ് SI ഉള്ളത്. അതേപോലെ നോൺ SI യൂണിറ്റ് ഉണ്ട്, പിന്നെ ഡിറൈവ്ഡ് SI യൂണിറ്റുകളും ഉണ്ട്. അപ്പൊ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. SI സിസ്റ്റം പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നുള്ളതിന്റെ ലാറ്റിൻ ടേം അങ്ങനെ വരുന്ന, ഗ്രീക്ക് ടേം അങ്ങനെ വരുന്നതാണ് സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ്. ഇറ്റ് ഈസ് എ ഗ്ലോബലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോർ മെഷർമെന്റ്. നമ്മളിവിടെ കിലോഗ്രാമിൽ പറയുന്നു, ചില സ്ഥലങ്ങളിൽ പൗണ്ടിൽ പറയാറുണ്ട്. വെയിറ്റ് പൗണ്ട്, ഇത്ര പൗണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ കിലോമീറ്റേഴ്സിൽ പറയുമ്പോൾ മൈൽസിൽ പറയുന്നുണ്ട് പല സ്ഥലത്തും. അങ്ങനെയുള്ള പല യൂണിറ്റുകളുണ്ട്. അതുപോലെ എൻസൈം ആക്ടിവിറ്റി ഒക്കെ നമ്മൾ പല യൂണിറ്റ്സിൽ പറയുന്നുണ്ട്. കാറ്റൽ യൂണിറ്റ്സിൽ പറയാം, അല്ലെങ്കിൽ സോമഗ് യൂണിറ്റിൽ ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് വിച്ച് ആർ ഓൾ അതർ യൂണിറ്റ്സ് ആർ ഒബ്റ്റെയിൻ. അപ്പൊ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ പറഞ്ഞത് ലെങ്ത്തിന് നമ്മൾ SI യൂണിറ്റ് മീറ്ററിലാണ്. സിംബൽ M എന്ന് പറയും, അതിന്റെ സിംബൽ M ആണ്. മാസ് നമ്മൾ കിലോഗ്രാമിൽ പറയും. ഇതെല്ലാം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. മാസ് കിലോഗ്രാമിൽ പറയും, kg. ടൈം നമ്മൾ സെക്കൻഡ്സിലാണ്, ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് നമ്മൾ പറയുക. അതുകൊണ്ടാണ് മീറ്ററിൽ നമ്മൾ പറയുന്നത്, കിലോഗ്രാമിൽ പറയുന്നത്, ദെൻ സെക്കൻഡ്സിൽ പറഞ്ഞു S. ദെൻ ഇലക്ട്രിക് കറന്റ് ആംപിയർ എന്ന് പറയുന്നു, ആംപിയറിൽ പറയുന്നു A ആണ് അതിന്റെ സിംബൽ. ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ സയന്റിസ്റ്റിന്റെ അറിവിൽ കെൽവിൻ യൂണിറ്റിലാണ് നമ്മൾ ആക്ച്വലി SI യൂണിറ്റ് ടെമ്പറേച്ചറിൽ പറയുക, K പറയുന്നു. പക്ഷെ നമ്മൾ ഇവിടെ സെൽഷ്യസിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ മോൾ എന്ന് പറയുന്നു. മോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, കിലോ മില്ലി മോൾസ് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്, മോൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡേലയിൽ യൂസ് ചെയ്യുന്നുണ്ട്, CD. അപ്പൊ ഇതിൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബാക്കി നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ ബാക്കിയുള്ളത് വേറെ ഇലക്ട്രിക് കറന്റിനെല്ലാം യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക് SI യൂണിറ്റ്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. അതിനുള്ള യൂണിറ്റ് ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം. ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, ഇലക്ട്രിക് കറന്റിന് ആംപിയർ, ടെമ്പറേച്ചറിന് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോള്, ലൂമിനസ് ഇന്റൻസിറ്റിക്ക് കാൻഡേൽ. അതിന്റെ എല്ലാം സിംബൽസ് ആണ്. M നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, kg യൂസ് ചെയ്യാറുണ്ട്, S യൂസ് ചെയ്യാറുണ്ട്, ആംപിയർ യൂസ് ചെയ്യാറുണ്ട്, കെൽവിൻ യൂണിറ്റ് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുതൽ പറയാറുള്ളത്, മോള് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, CD കാൻഡിൽ. ലൂമിനസ് ഇന്റൻസിറ്റിക്ക് CD എന്ന് പറയുന്നത് കാൻഡേൽ യൂണിറ്റ് ആണ്, കാൻഡേല യൂണിറ്റ്.
Then SI derived unit. Derived unit obtained from the 7 base unit. അതിന് അതായത് ആ ഏഴെണ്ണത്തിന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഏരിയയ്ക്ക് ഒരു ഏരിയയ്ക്ക് നമ്മൾ സ്ക്വയർ മീറ്ററിൽ പറയുന്നത് മീറ്റർ സ്ക്വയറിൽ പറയും. എക്സ്പ്രസ്ഡ് ഇൻ ബേസ് യൂണിറ്റ് മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ എന്ന് പറയും. അതിനാണ് ഏരിയയ്ക്ക്. ഒരു ഏരിയ എത്ര മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത്. നമ്മളിവിടെ സെന്റ്, ഹെക്ടർ, ഏക്കർ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് മീറ്റർ സ്ക്വയറിൽ നമുക്ക് പറയാം. ദെൻ വോള്യം, ഒരു വോള്യത്തിന് നമ്മൾ ക്യൂബിക് മില്ലിമീറ്റർ, നമ്മൾ പേഷ്യന്റ് റിസൾട്ട് എല്ലാം RBC കൗണ്ട്, WBC കൗണ്ട് എല്ലാം സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ എന്ന് പറയാറുണ്ട്. അതായത് 1 മീറ്റർ ഉയരം, 1 മീറ്റർ വീതി, 1 മീറ്റർ തിക്നെസ്, നീളം, വീതി, ഉയരം, നീളം, വീതി, ഉയരം, ഈ മൂന്നും വരുന്നതാണ്. ആ 3 മീറ്റേഴ്സ് വെച്ചിട്ടാണ് മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂബിക് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ഉയരം, 1 മില്ലിമീറ്റർ വീതി, 1 മില്ലിമീറ്റർ നീളമുള്ള ഒരു ബോക്സിൽ കൊള്ളുന്ന RBC ആണ് നമ്മൾ ക്യൂബിക് മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ദെൻ സ്പീഡ്, മീറ്റർ പെർ സെക്കൻഡ്, അത് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ പറയാറുണ്ട് സ്പീഡ്. അതിന്റെ ഹയർ ആണ്, വലിയ NDC വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വാഹനങ്ങളിലൊക്കെ സ്പീഡ് നമ്മൾ പെർ അവർ, കിലോമീറ്റർ പെർ അവർ പറയുന്നത്. ഇതിന്റെ മീറ്റർ പെർ സെക്കൻഡിന്റെ ഹയർ എന്താണ് കിലോമീറ്റർ പെർ അവർ. ദെൻ ഫോഴ്സിന് ന്യൂട്ടൺ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോഴ്സ്. നമ്മൾ എത്ര ന്യൂട്ടൺ യൂണിറ്റ് വരുന്നത്, അതായത് ഒരു മാസം മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയം, അങ്ങനെ പറയാറുണ്ട്, ഫോഴ്സ് പറയാറുണ്ട്. ദെൻ പ്രഷർ എക്സ്പ്രസ്ഡ് ഇൻ പാസ്കൽ, പാസ്കൽ യൂണിറ്റിൽ നമ്മൾ പറയാറുണ്ട്. ദെൻ എനർജി ജൂളിൽ പറയാറുണ്ട്, ജൂൾ യൂണിറ്റിൽ ജെ പറയാറുണ്ട്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. ദെൻ പവർ എന്ന് പറഞ്ഞാൽ വാട്ടിൽ യൂസ് ചെയ്യേണ്ട, നമ്മൾ യൂസ് ചെയ്യാറുള്ള വാട്ട്. ജൂൾസ് പെർ സെക്കൻഡ് എന്നുള്ളത് പവറിന്റെ യൂണിറ്റ് ആണ്. ജൂൾസ് പെർ സെക്കൻഡ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്സ് ക്യൂബ്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. വാട്ടിന്റെ യൂണിറ്റ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം SI യൂണിറ്റുകളാണ് ഈ പറയുന്ന ഈ ഏഴെണ്ണം. അതിന്ന് ഡിറൈവ് ചെയ്താണ് 1, 2, 3, 4, 5, 6 ഈ ഏഴെണ്ണം അതിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ഏരിയയ്ക്കൊക്കെ പറയാൻ വേണ്ടി നമ്മൾ മീറ്റർ സ്ക്വയർ, അതിന്റെ അതുപോലെ വോള്യത്തിന് മീറ്റർ ക്യൂബ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇനി നോൺ SI യൂണിറ്റിൽ ലെങ്ത് നമ്മൾ ഇഞ്ചിൽ പറയാറുണ്ട്. നോൺ SI യൂണിറ്റ് ആർ യൂണിറ്റ് ദാറ്റ് ആർ നോട്ട് എ പാർട്ട് ഓഫ് സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം ഫോർ ആൻഡ് ആർ സ്റ്റിൽ കോമൺലി യൂസ്ഡ് ഇൻ സർട്ടൻ ഫീൽഡ് ഓർ റീജിയൻ. അപ്പൊ ഇഞ്ച് കണക്കില് നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇഞ്ചിൽ പറയാറുണ്ട്. ചെരുപ്പിന്റെ ഒക്കെ നമ്മൾ 8 ഇഞ്ചിന്റെ 9 ഇഞ്ചിന്റെ ആ ലെങ്ത്തിനുള്ള നോൺ SI യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആണി വാങ്ങുമ്പോൾ 1 ഇഞ്ചിന്റെ ആണി, 1.5 ഇഞ്ച് ആണി, അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നില്ല. ആ ഇഞ്ചാണ് പറയുന്നത്. 1 ഇഞ്ച് ഈക്വൽ ടു 0.0254 മീറ്റർ, 0.0254 മീറ്റർ, അല്ലെങ്കിൽ ഏകദേശം 2.5 സെന്റിമീറ്റർ, 2.54 സെന്റിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം 1 ഇഞ്ചിന്. പിന്നെ നമ്മൾ അടിക്കണക്ക് പറയാറുണ്ട്. ഫൂട്ട്, അടിക്കണക്ക് ഇത്ര അടി, ഇത് 1 അടിയുടെ ടൈല്, 2 അടിയുടെ ടൈല്, 4 അടിയുടെ ടൈല്, 4x4 ടൈല് എന്നൊക്കെ പറയാറുണ്ട്. ഫീറ്റ്, ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 0.3048 മീറ്റർ ആണ്. 0.3048 മീറ്റർ ഒരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ യാർഡ് യൂസ് ചെയ്യാറുണ്ട്. യാർഡ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. യാർഡ് എന്ന് പറഞ്ഞാൽ ഇത്ര യാർഡ്, 22 യാർഡ്, 22 വാര എന്ന് പറയും. ക്രിക്കറ്റ് പിച്ചിന്റെ നീളമാണ് 22 യാർഡ്. ഒരു യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.9144 മീറ്റേഴ്സ് ആണ്. 0.9144 മീറ്റേഴ്സ് ആണ് ഒരു യാർഡ്. ദെൻ മൈൽസ് ഉണ്ട്. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.6 അല്ലെങ്കിൽ 1609.34 മീറ്റർ, അല്ലെങ്കിൽ 1.61 മീറ്റർ ആണ്, 1.61 കിലോമീറ്റർ ആണ് ഒരു മൈല് വരിക. ദെൻ മാസ്, ഇത് ലെങ്ത്തിന് നമ്മൾ ഇത്രയും നോൺ SI യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇഞ്ച്, ഫൂട്ട്, യാർഡ്, മൈലെല്ലാം. ദെൻ മാസിന് ഗ്രാമിൽ നമ്മൾ പറയാറുണ്ട്. ഒരു ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 കിലോഗ്രാം ആണ്. ദെൻ അപ്പൊ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. ദെൻ പൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. LD എന്ന് പറയും, ഇത്ര പൗണ്ട് എന്നുള്ളത് യൂസ് ചെയ്യാറുണ്ട്. 0.453592 കിലോഗ്രാം ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഔൺസ്, മെഡിസിൻസ് ഇത്ര ഔൺസ്, 1 ഔൺസ് എന്ന് പറയാറുണ്ട്. ഔൺസ് ആണ് OS കൊടുക്കുക. 1 ഔൺസ് എന്ന് പറഞ്ഞാൽ 0.0283495 കിലോഗ്രാം ആണ്.
അപ്പൊ ഇത്ര യൂണിറ്റിന്റെ ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ കൺവേർഷൻ ടേബിൾ കാര്യങ്ങൾ കൂടുതലായിട്ട് വേണ്ട. ഇഞ്ചിനും ഫൂട്ടിനും ഒക്കെ അറിഞ്ഞിരുന്നാലും മതി, അത് ഗ്രാമിന്റെ ഒക്കെ അറിഞ്ഞിരുന്നാലും മതി. ദെൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിറ്റിൽ പറയാറുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് ആണ് എസ് ഐ യൂണിറ്റ്, നോൺ എസ് ഐ യൂണിറ്റ് ആണ് മിനിറ്റിൽ. പിന്നെ നമ്മൾ അവർ, ഡേ ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽഷ്യസ് ആണ്. അതായത് 0 സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273.15 കെൽവിൻ ആണ്. 273.15 കെൽവിൻ ആണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫാരൻഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇത്ര ഫാരൻഹീറ്റ്, പനി എല്ലാം പറയുന്നത് 100 ഡിഗ്രി പനി എന്ന് എല്ലാം പറയുന്നത് ഫാരൻഹീറ്റ് ആണ്. ആക്ച്വലി ഡിഗ്രി അല്ല, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയാറ്. അതിന് 100 ഡിഗ്രി പനി എന്ന് പറയുന്നത്. 0 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 32 ആണ്. അതായത് 5/9 പ്ലസ് 273.15 ഇതുകൂടി കൂട്ടണം. നമ്മളപ്പോ നോർമലി യൂസ് ചെയ്യാറ് സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ ആണ്. പ്രഷറിന് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും. 101325 പാസ്കൽ ആണ് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പാസ്കൽ ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. mmHg, മില്ലിമീറ്റർ HG. നമ്മൾ മെർക്കുറിയുടെ മില്ലിമീറ്റർ HG പറയാറുണ്ട്. 1 mmHg എന്ന് പറഞ്ഞാൽ 133.332 പാസ്കൽ ആണ്. ദെൻ എനർജി നമ്മൾ കലോറിയിൽ പറയാറുണ്ട്, കലോറി കണക്കിൽ പറയാറുണ്ട്. 1 കലോറി ഈക്വൽ ടു 4.184 ജൂൾ. 1 കലോറി എന്ന് പറഞ്ഞാൽ 4.18 ജൂൾ. 4.18 പറയാറുണ്ട്, അല്ലെങ്കിൽ 4.18 കൂടി പറയാം. അത്രയും ജൂള്, എനർജിയുടെ യൂണിറ്റ് ആണ് ജൂള്. അത്രയും ജൂള് 4.18 ജൂള് ചേരുമ്പോഴാണ് ഒരു കലോറി പറയാ. നമ്മൾ കലോറി ഇത്ര കലോറി ഭക്ഷണം യൂസ് ചെയ്യുന്നു, ഇത്ര കലോറി ബേൺ ചെയ്തു, എക്സസൈസ് ചെയ്തിട്ട് എന്നൊക്കെ പറയാറില്ലേ, ആ യൂണിറ്റ്. അത് ഒരു നോൺ എസ് ഐ യൂണിറ്റ് ആണ്. അപ്പൊ ഇഞ്ച്, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഞ്ച്, ഫൂട്ട്, മൈല്, ഗ്രാമ്, ഔൺസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മിനിറ്റ് യൂസ് ചെയ്യാറുണ്ട്, അവർ യൂസ് ചെയ്യാറുണ്ട്. ഇത്ര അവർ എന്ന് പറയാറുണ്ട്. അതായത് ഒരു മണിക്കൂർ പറഞ്ഞാൽ 3600 സെക്കൻഡ്സ് ആണ്. ഇത് അറിയാലോ, 60 മിനിറ്റ് 3600 സെക്കൻഡ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. പിന്നെ സെൽഷ്യസ് യൂസ് ചെയ്യാറുണ്ട്. ഫാരൻഹീറ്റ് നമ്മൾ ടെമ്പറേച്ചർ പറയാൻ യൂസ് ചെയ്യാറുണ്ട്. mmHg നമ്മൾ BP പറയാൻ യൂസ് ചെയ്യാറുണ്ട്. കലോറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം നോൺ എസ് ഐ യൂണിറ്റ്സ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ദെൻ കൺവേർഷൻ ബിറ്റ്വീൻ എസ് ഐ ആൻഡ് നോൺ എസ് ഐ യൂണിറ്റ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 inch is equal to 2.54 centimeter. 1 mile is equal to 1.609 kilometer. 1 lb equal to 0.5436 kilogram. Then 1 atmospheric pressure is equal to 101.325 kilopascal. അല്ലെങ്കിൽ പിന്നെ ഇതിന് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽ പറയാൻ പറ്റും. Then 1 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.184 ജൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഇതിന്റെ കൺവേർഷൻ യൂണിറ്റ് ആണ് പറയുന്നത്. എസ് ഐ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ്, യൂണിവേഴ്സാലിറ്റി. എസ് ഐ യൂണിറ്റ് ആർ വൈഡ്ലി ആക്സെപ്റ്റഡ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ് എസ് ഐ യൂണിറ്റ്സ്. അതിന്റെ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. പ്രൊവൈഡ് കൺസിസ്റ്റന്റ് ആൻഡ് സയന്റിഫിക് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ. ഇതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് കൗണ്ട് ഉണ്ട്. ഈസി കൺവേർഷൻ യൂണിറ്റ് ഇതിന്റെ ഈസിയാണ്. പ്രെസിഷൻ ആൻഡ് ആക്യുറസി, ഏറ്റവും മൈക്രോ ഇതായിരിക്കും, ഏറ്റവും ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ എൻഷുർ ആക്യുറസി ഇൻ സയന്റിഫിക് റിസർച്ച്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭൂമിയുടെ ഗുരുത്വാകർഷണം നമ്മൾ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ എസ് ഐ യൂണിറ്റ് ആണ്, സെക്കൻഡ് എസ് ഐ യൂണിറ്റ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എസ് ഐ യൂണിറ്റ് ആണ്. അപ്പോ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഈസി കൺവേർഷൻ. എസ് ഐ യൂണിറ്റ് സിസ്റ്റം, മെട്രിക് സിസ്റ്റം ഉണ്ട്, കൺവേർഷൻ ഈസി ആണ്. പിന്നെ പ്രൊസിഷൻ ആക്യുറസി, ചെറിയ യൂണിറ്റ്സുകൾ ആയതുകൊണ്ട് തന്നെ പ്രൊസിഷനും ആക്യുറസിയും കൂടുതലായിരിക്കും. സോ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് വൈഡ്ലി ഗ്ലോബലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ആണ്. സം നോൺ എസ് ഐ യൂണിറ്റ് ആർ സ്റ്റിൽ ഇൻ യൂസ് ഇൻ സ്പെസിഫിക് ഫീൽഡ്. ഇത്ര മൈൽസ് പോയ ഡിസ്റ്റൻസ്, ഇത്ര പൗണ്ട് വെയിറ്റ് ഒക്കെ പറയുന്നത്. ഇപ്പോ ഈ WWE എല്ലാം കാണുന്ന സമയത്ത് ഇത്ര പൗണ്ട് വെയിറ്റ് എന്നാണ് അവർ പറയാറ്. അവരിപ്പോഴും യൂസ് ചെയ്യുന്നത് പൗണ്ട് ആണ്, കിലോഗ്രാം അല്ല. അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാം അല്ല അവർ യൂസ് ചെയ്യുന്നത്, പൗണ്ട് ആണ്. മൈൽസ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെയാണ് ഈ മൈൽസും പൗണ്ടൊക്കെ പറയാറുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഈ സയന്റിഫിക് സൈഡിൽ, സയൻസ് സൈഡിലാവുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ദ സിസ്റ്റം ആൻഡ് ദെയർ കൺവേർഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ആക്യുറേറ്റ് മെഷർമെന്റ് ഇൻ ദ സയൻസ് ആൻഡ് ഡെയിലി ലൈഫ്. അപ്പൊ സയൻസ് ഫീൽഡിൽ നമുക്ക് എസ് ഐ യൂണിറ്റും നോൺ എസ് ഐ യൂണിറ്റ് എല്ലാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എസ് ഐ യൂണിറ്റ് നമുക്ക് ഒന്നുകൂടി പറയാം. എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇത്രയാണ് SI യൂണിറ്റ് ഉള്ളത്. SI ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഏരിയ, വോളിയം, സ്പീഡ്, ഫോഴ്സ്, പ്രഷർ, എനർജി, പവർ. പിന്നെ നോൺ SI യൂണിറ്റിലാണ് ലെങ്ത്തിന് നമുക്ക് ഇഞ്ച് ഉണ്ട്, ഫൂട്ട് ഉണ്ട്, യാർഡ് ഉണ്ട്, മൈൽ ഉണ്ട്. മാസിന് നമുക്ക് ഗ്രാം ഉണ്ട്, പൗണ്ട് ഉണ്ട്, ഔൺസ് ഉണ്ട്. സമയത്തിന് നമുക്ക് മിനിറ്റ്, അവർ, ഡേ കൊടുക്കാറുണ്ട്. ടെമ്പറേച്ചറിന് നമ്മൾ സെൽഷ്യസും ഫാരൻഹീറ്റും യൂസ് ചെയ്യാറുണ്ട്. പ്രഷറിന് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, mmHg എന്നെല്ലാം പറയാറുണ്ട്. എനർജിക്ക് നമ്മൾ കലോറിയാണ് യൂസ് ചെയ്യുന്നത്. ജൂളിനേക്കാൾ കൂടുതൽ കലോറിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.184 ജൂൾസ് ആണ്. അപ്പൊ SI യൂണിറ്റും എസെൻഷ്യൽ ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. സയൻസുമായിട്ട് പോകുന്നതുകൊണ്ടും SI യൂണിറ്റും അതിന്റെ കൺവേർഷനും ഡിറൈവ്ഡ് യൂണിറ്റും നോൺ SI യൂണിറ്റും എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് സയൻസ് ഫീൽഡിലുള്ളതുകൊണ്ട്. താങ്ക് യു.